ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 4 മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബിയോണ്ട് 1000 ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദ റേസ് ഈസ് ഓൺ, ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സീ ഇറ്റ്സ് നമ്പർ. കാർ റേസ്. അപ്പോൾ കാർ റേസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ടോട്ടോ കാറാണ് നമ്മുടെ ഫസ്റ്റ് കാറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പർ എന്താണ്? 1000 ആണല്ലേ. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെല്ല്. അപ്പോൾ 9 പിന്നെ എന്തായി? 900 ആയി. 9 എന്തായി? 900 ആയി. പിന്നെ 100 എന്താണ് ആവുക? അവിടെ ഡാഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 199 ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 500 പിന്നെ ഡാഷ് 909 പിന്നെ ഡാഷ് 999. അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിലത്തെ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അടിയിലത്തെ നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് അല്ല നോക്കേണ്ടത്, അടിയിലത്തെ നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. സോ 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? 10 ആണ്. അതാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. 100 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ്? 101 ആണ് അല്ലേ. അതാണ് നമ്മൾ അടുത്ത നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അറിയില്ല നമ്പർ 110 ആണ്. അപ്പോൾ 110ന് തൊട്ട് മുന്നേ ഏത് നമ്പറാണ് വരിക? 109 ആണ് കേട്ടോ വരിക. പിന്നെ 199 അത് കഴിഞ്ഞാൽ എന്താ വരിക? 200 വരിക. അപ്പോൾ 280ക്ക് തൊട്ട് മുന്നുള്ള നമ്പറാണ് മേലെ കൊടുക്കേണ്ടത്. അത് 279 ആണ്. 500 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് അടിയിൽ കൊടുക്കേണ്ടത്. 501 ആണ്. 667 അതിന് തൊട്ട് മുന്നുള്ള നമ്പർ എത്രയാണ് വരിക? 666 ആണ് കേട്ടോ വരിക. പിന്നെ 909 ആണ് മേലെ, അടിയിൽ എന്താ വരിക? 910 ആണ് വരിക. 990 അടിയിലാണെങ്കിൽ 989 മുകളിൽ വരും. 999 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 1000 ആണ് കേട്ടോ. 1000 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് അവരുടെ ഡിഫറൻസ് 1 ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കി എഴുതാം കേട്ടോ. കളർ ടോട്ടോ കാർ, ഫൈൻഡ് ദ നമ്പേഴ്സ് യു ഹാവ് റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ. അപ്പം ഫൈൻഡ് ദ നമ്പേഴ്സ് യു ഹാവ് റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ, കളർ ദോസ് പാർട്സ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള ഭാഗമൊക്കെ നിങ്ങൾ ഒരു കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കൊരു ടോട്ടോ കാറിൻ്റെ പിക്ചർ കിട്ടും. നെക്സ്റ്റ് നമ്പർ പ്ലേറ്റ് ആണ്. ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ, ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്സ്. 800 4 10s 2 9s. അതെന്താ വരിക? 842 ആണ്. അപ്പോൾ അത് ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തൊന്ന് എഴുതി കൊടുക്കണേ നിങ്ങൾ. ഞാനിവിടെ കാണിക്കാം, നിങ്ങൾ എഴുതി കൊടുത്തോളൂ. അടുത്തത് 1 ലെസ് ദാൻ 910. 910നേക്കാൾ 1 കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 909 ആണ്. ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാ? 999 ആണ് കേട്ടോ. 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിനേക്കാൾ 1 കൂടുതൽ. അപ്പോൾ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. അതിനേക്കാൾ 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയായി? 100 ആണ് കേട്ടോ ആൻസർ. അപ്പോൾ ഫില്ല് ചെയ്യുക. വാവ് 1000, റീഡ് മൈ നമ്പർ, മൈ നമ്പർ ഈസ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണ് എൻ്റെ നമ്പർ. അതേതാണ്? 1000. അവിടെ എഴുതിയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജോയിൻ ദം, ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് ദ വെഹിക്കിൾസ് ഹൂസ് നമ്പർ ആഡ് അപ്പ് ടു ടോട്ടോ കാർസ് നമ്പർ, ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഡു ഇറ്റ് മെൻ്റലി ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്. അത് മെൻ്റലി ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കൂടി ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഹൂസ് നമ്പേഴ്സ് ആഡഡ് അപ്പ് ടു ടോട്ടോ കാർസ് നമ്പർ. ടോട്ടോ കാർ നമ്പർ ഇത് എത്രയാ?
1000 ആണ്. സോ 1000 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 505 കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക എന്ന് 495 ആണല്ലേ. നെക്സ്റ്റ് 999 കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 1000 കിട്ടുക. പിന്നെ 700. അപ്പോൾ ഞാനിതിവിടെ കൊടുക്കുക, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വരച്ചു കൊടുക്കുക, ഞാനത് പെയറാക്കിയിട്ട് ഇവിടെ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് മോർ 1 എന്നാണ്. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്. അപ്പോൾ ഈ അബാക്കസ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. വൺസിൻ്റെ സ്ഥാനത്ത് എത്ര നമ്പറാണോ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 7 8 9 അല്ലേ വൺസിൻ്റെ സ്ഥാനത്ത് വരുന്നത്. ടെൻസിൻ്റെ സ്ഥാനത്തും 9, ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തും 9. അപ്പോൾ ആ നമ്പർ എന്താണ്, 999 ആണ്. ഇഫ് വി ആഡ് 1 മോർ, അതായത് 999 കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 1000 ആണ് കിട്ടുക കേട്ടോ. ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. അപ്പോൾ ആ നമ്പർ അബാക്കസിൽ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1000 വരച്ചു കൊടുക്കാൻ എന്താ ചെയ്യുക, വൺസിൻ്റെ സ്ഥാനത്ത് 0 ആണ് വരിക. ടെൻസിൻ്റെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് ഒന്നും വരച്ചു കൊടുക്കണ്ട. ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് ഒന്നും വരച്ചു കൊടുക്കണ്ട. 1000ൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 വരച്ചു കൊടുക്കുക കേട്ടോ. 1 ഒരു ബബിൾ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് 1000 എന്നാണ് വായിക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ വൺസിലും ടെൻസിലും ഹൺഡ്രഡ്സിലും ഒന്നും വരച്ചു കൊടുക്കണ്ട. 1000ൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ബബിൾ വരച്ചു കൊടുക്കുക. Who am I? What bead in the abacus larger than the largest 3-digit number? Who am I? Which is my position in the abacus? അപ്പോൾ ലാർജസ്റ്റ് 3-digit നമ്പറിനേക്കാൾ ഒന്ന് കൂടുതൽ, അതായത് 999 ഒന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ ആരാണ്, 1000 ആണ്. അബാക്കസിൽ അതിൻ്റെ പൊസിഷൻ 4th പൊസിഷൻ ആണല്ലേ, 1000ൻ്റെ സ്ഥാനത്താണ് വരുന്നത്. നെക്സ്റ്റ് പെട്രോൾ പമ്പാണ്. കാർ ഇൻ ദ റേസ് ഫില്ലഡ് പെട്രോൾ ഫോർ 1000 rupees. അപ്പോൾ റേസിലുള്ള കാറ് പെട്രോളിന് വേണ്ടി എത്ര റുപ്പീസാണ് കൊടുത്തത്, 1000 rupees ആണ് കൊടുത്തത്. ടോട്ടോകാർ ഗേവ് 100 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? അപ്പോൾ ടോട്ടോകാർ 100 നോട്ടാണ് കൊടുത്തത്. അപ്പോൾ 1000 രൂപയാവാൻ വേണ്ടിയിട്ട് 100ൻ്റെ എത്ര നോട്ട് വേണം, 10 വേണം അല്ലേ. അപ്പോൾ എത്ര നോട്ട് എന്ന് എഴുതാം, 10. ഇനി ടോമോക്കാർ ഗേവ് എ ഷീഫ് ഓഫ് 10 rupee നോട്ട്സ്. അപ്പം 10 രൂപയാണ് കൊടുത്തത്. 10 രൂപയുടെ എത്ര നോട്ട് വേണം, 100 നോട്ട് വേണം കേട്ടോ. ഹൗ മെനി നോട്ട്, 100. ബഗ്ഗി കാർ ഗേവ് 1 rupee കോയിൻ. ഹൗ മെനി കോയിൻസ്, 1000 കോയിൻ. 1000 കോയിൻ ആണ് കൊടുത്തത്. അടുത്തത് കാർ റേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്. അപ്പോൾ ഒരു കാർ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 points ആർ ഗോട്ട് ഫോർ ഫിനിഷിങ് ഈച്ച് റൗണ്ട്. ഓരോ റൗണ്ടും ഫിനിഷ് ചെയ്യുന്നതിന് എത്ര പോയിൻറ്റ്സ് ആണ് കൊടുക്കുന്നത്, 1000 points ആണ് കൊടുക്കുന്നത്. ദ നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. ഓരോ റൗണ്ടിലും കാറ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റൗണ്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് നോക്കുക. അപ്പം മിക്കി ഒരു റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എത്രയായിരിക്കും, അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ദ കാർ 100,000 points ആർ ഗോട്ട് ഫോർ ഫിനിഷിങ് ഈച്ച് റൗണ്ട്. ഒരു റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ആണ്. അപ്പോൾ മിക്കി ഒരു റൗണ്ടാണ്. അപ്പോൾ അവിടുത്തെ പോയിൻറ്റ്സ് എത്രയാണ്, 1000. സ്കൈ ബി 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 1000 + 1000 + 1000 + 1000 + 1000 5000 ആണ് അവിടെ വരിക കേട്ടോ. ബഗ്ഗി 3 റൗണ്ടാണ്. സോ 1000 + 1000 + 1000 3000. ആൽഫ 6 റൗണ്ടാണ്. 1000 + 1000 + 1000 + 1000 + 1000 + 1000. അപ്പോൾ 6000 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ടോമോ 7 ആണ്. 1000 + 1000 + 1000 + 1000 + 1000 + 1000 + 1000. 7 വട്ടം 1000 ആഡ് ചെയ്യുമ്പോൾ 7000. ഫ്ലോർ ഓൾറെഡി ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഫ്രെഡി 8 ആണ്. സോ 8000. അതായത് 8 വട്ടം നമ്മൾ 1000 ആഡ് ചെയ്യുക. സ്പീഡി 9 വട്ടം 1000 ചെയ്യുമ്പോൾ 9000. ടോട്ടോ 10 വട്ടം 1000 ആഡ് ചെയ്യുമ്പോൾ 10000. ബോണി 2 വട്ടം 1000 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും,
2000 വരും. അക്കോർഡിംഗ് ടു ദ പോയിന്റ്സ് ഗോട്ട് ബൈ ദ കാർസ് റൈറ്റ് ദയർ നെയിംസ് ഇൻ ഓർഡർ, റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ കിട്ടിയിട്ടുള്ള പോയിന്റ്സ് അനുസരിച്ച് അവരുടെ പേര് ഓർഡർ വൈസ് ആയിട്ട് എഴുതാൻ. അപ്പോൾ ഏറ്റവും ചെറിയ പോയിന്റ്സ് കിട്ടിയ ആളുടെ പേര് ആദ്യം, പിന്നെ അങ്ങോട്ട് കൂടിയിട്ടുള്ള പോയിന്റ്സ് ആണ് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലെറ്റ്സ് ക്ലൈംബ്, റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ഈച്ച് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് ഏറ്റവും അടിയിൽ നിന്നാണ് നോക്കുക. ആദ്യം 1000ഉം പിന്നെ 2000ഉം പിന്നെ 3000 ആയപ്പോൾ അവിടെ എത്രയാണ് വരിക? 3000 ആണ്. അടുത്തത് 4000 ആണ് അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനിവിടെ കാണിക്കുന്നില്ല, നിങ്ങളിവിടെ ഓരോ ബോക്സിലും എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം? 1000 എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ മേലെ ഇവിടെ എന്താ എഴുതുക? 4000. ഇവിടെ എന്താ എഴുതുക? 5000. ഇവിടെ ഓൾറെഡി 6000 തന്നിട്ടുണ്ട്. ഇവിടെ 7000, ഇവിടെ 8000, ഇവിടെ 9000 എഴുതി കൊടുക്കുക. ഏറ്റവും മേലെ 10,000 എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോക്സസിൻ്റെ ഒക്കെ ഉള്ളിൽ 1000 ഫില്ല് ചെയ്യണം. മിക്കി, ബോണി, ബഗ്ഗി, ഫ്ലോറ, സ്കൈബി, ആൽഫ, ടോമ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ. ഡ്രോ ദ പോയിന്റ്സ് സ്കീബി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പോൾ സ്കൈബി കാറിന് എത്ര പോയിൻറ്റ്സാണ് കിട്ടിയത്? 5000 ആണ് കിട്ടിയത്. സോ നമ്മളത് ഈ അബാക്കസിൽ കാണിക്കുമ്പോൾ എത്രയാ? വൺസിൻ്റെ സ്ഥാനത്ത് 0, ടെൻസിൻ്റെ സ്ഥാനത്ത് 0, ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് 0, 1000ൻ്റെ സ്ഥാനത്ത് എത്രയാണ് വരിക? 5 ബബിൾസ് വരച്ചു കൊടുക്കുക കേട്ടോ. 5000 അല്ലേ? 5 of 1000 മേക്ക് 5000. അടുത്തത് സ്പീഡി കാറിന് എത്രയായിരുന്നു? 9000 ആണ്. സോ നമ്മളവിടെ എന്താ വരച്ചു കൊടുക്കുക? വൺസിൻ്റെയും ടെൻസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെ അവിടെ 0, 1000ൻ്റെ അവിടെ നമ്മൾ 9 ബബിൾസ് വരച്ചു കൊടുക്കുക. പിന്നെ 10 of 1000 മേക്ക് 10,000. അതായത് 10,000 കൂടിയാലാണ് നമുക്ക് 10,000 രൂപ അഥവാ 10,000 എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് 20 of 1000? 20 of 1000 കൂട്ടുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടുക? 20,000. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് ഇതിൻ്റെ സമ്മൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം റൈറ്റ് ദ സം. 5 + 5 100, 10 ആണ്. 50 + 50 100, 500 + 500 1000, 5000 + 5000 10,000. ഇനി നമ്മൾ 6 + 4 ആണ് 10 എന്ന് വരിക. അടുത്തത് 60 + 40 വരും. അപ്പുറത്തേൽ 600 + 400 വരും. പിന്നെ 6000 + 4000 വരും. അടുത്തതിൽ കോളത്തിൽ 7 + 3 10 ആണ്. 100 ആവണമെന്നുണ്ടെങ്കിൽ 70 + 30 ആണ്. 1000 ആവണമെങ്കിൽ 700 + 300 ആണ്. 10,000 ആവണമെന്നുണ്ടെങ്കിൽ 7000 + 3000 ആണ്. നെക്സ്റ്റ് 8 + 2 ആണ് വരിക. 100ൻ്റെ സ്ഥാനത്ത് തന്നിട്ടുണ്ട് 80 + 20 ആണെന്ന്. 1000ൻ്റെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് 800 + 200, 10,000 കിട്ടാൻ വേണ്ടിയിട്ട് 8,000 + 2,000. നെക്സ്റ്റ് നമുക്ക് എന്താ വരിക? 9 + 1 ആണ് വരിക. 100ൻ്റെ അവിടെ 90 + 10 ആണ് വരിക. 1000ൻ്റെ അവിടെ 900 + 100 ആണ് വരിക. 10,000ൻ്റെ അവിടെ 9,000 + 1000 ആണ് വരിക. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്പീഡോമീറ്റർ ആണ്. ബിഫോർ ദ റേസ് Toto car had done 100 kilometers. 1 lap of the race is 1 kilometer. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ. ലാപ്പ് ഫസ്റ്റ് 1000ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 1001. 1000ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 1002. നെക്സ്റ്റ് എന്താ? 1000ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 1003. നെക്സ്റ്റ് 1000ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 1004. പിന്നെ 1000ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 1005. പിന്നെ 1000ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 1006. പിന്നെ 1000ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 1007. വാട്ട് വുഡ് ബി ദ സ്പീഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ 11 ലാപ്സ്? 11 ലാപ്സ് കഴിയുമ്പോൾ എത്രയായിരിക്കും? 1000ൻ്റെ കൂടെ നമ്മളത് ആഡ് ചെയ്യുക. അപ്പോൾ 11 ആണെങ്കിൽ 11, 12 ആണെങ്കിൽ 12, 15 ലാപ്സ് കഴിയുമ്പോൾ അത് ആഡ് ചെയ്യുക. 25 ലാപ്സും കഴിയുമ്പോൾ 1000ൻ്റെ കൂടെ അത് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ് ആണ്. അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോഴും ഈസി ആയിരിക്കും. അപ്പോൾ അടുത്ത പാർട്ട് കാണാൻ വേണ്ടിയിട്ട്
ക്ലാസ് 4 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഓർഡർ വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക്